ചുടുകട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മണ്ണാണ് ഞാൻ ഇവിടെ നിന്ന് ശേഖരിക്കുന്നത്. നല്ല ചുമന്ന നിറത്തിലുള്ള മണ്ണാണ് ചുടുകല്ല് ഉണ്ടാക്കുന്നതിന് അനുയോജ്യം. ഞാൻ ഈ മണ്ണിൽ നിന്ന് കുറച്ച് കല്ലുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ശേഖരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ്. ശേഷം 3 ലിറ്റർ വെള്ളം മണ്ണിന് മുകളിൽ തളിക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ മൂടാൻ പറ്റിയ എന്തെങ്കിലും വസ്തു കൊണ്ടോ മണ്ണ് നന്നായി മൂടണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ചെറിയ ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് മണ്ണ് കുറച്ച് കോരിയിടണം. അതിനുശേഷം ഇതിനെ ഫിൽട്ടർ ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ്. ഞാനിപ്പോൾ എടുക്കുന്ന കുറച്ച് മണ്ണാണ്, അതായത് ഏകദേശം 2 ചുടുകട്ടയ്ക്ക് വേണ്ട വിധത്തിലുള്ള കുറച്ച് മണ്ണാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. നമ്മളിപ്പോൾ എത്ര എടുക്കുന്നുള്ളൂ, ഇത് സക്സസ് ആവുമോ നോക്കാം. അടുത്തത് ഇനി നമ്മൾ ചെയ്യുന്നത് ഫിൽട്ടറേഷനാണ്. അതായത് കല്ലും മണ്ണും, അടിയിൽ കിടക്കുന്ന കല്ലും മണ്ണും മാറ്റിയതിന് ശേഷം ശുദ്ധമായ മഡി വാട്ടർ നമ്മൾ മറ്റൊരു പാത്രത്തിൽ ശേഖരിക്കുകയാണ് ഇനി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കട്ട ചെളിയുടെ കൂടെ കുറച്ച് വെള്ളം നല്ലവണ്ണം മിക്സ് ചെയ്ത് തെളിയാൻ വെക്കണം. നമ്മളിപ്പോൾ ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ വെള്ളവുമായി നല്ലവണ്ണം മിക്സ് ചെയ്തു കലക്കണം. ശേഷം മീതെ തെളിഞ്ഞു നിൽക്കുന്ന മഡി വാട്ടർ ഒരു കപ്പ് കൊണ്ട് കോരി ഒരു പഴയ തുണിയിലോ അല്ലെങ്കിൽ ഒരു പഴയ നെറ്റിലോ വെച്ച് ഫിൽട്ടർ ചെയ്തെടുക്കണം. കല്ലും മണ്ണും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ചൈന ക്ലേ ഉണ്ടാക്കുന്നത് ഇതേ രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സക്സസ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ചെയ്യേണ്ടത്, ഫിൽട്ടർ ചെയ്തെടുത്ത ഈ ചെളിവെള്ളം നാം തെളിയാൻ വേണ്ടി മാറ്റുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ വന്ന് നോക്കിയപ്പോൾ ശുദ്ധജലം തെളിഞ്ഞ് മുകളിൽ നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഇനി ഈ തെളിഞ്ഞു നിൽക്കുന്ന ശുദ്ധജലം നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ചെറിയൊരു ട്യൂബ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ട്യൂബ് വഴി തെളിഞ്ഞു നിൽക്കുന്ന ശുദ്ധജലം പുറത്തേക്ക് വിടുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരുവിധം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമ്മളിനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം പരത്തി ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടി കട്ടിയാവുന്നതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്.
ഇത് ഏകദേശം 2 മണിക്കൂറിന് ശേഷം കഴിയുമ്പോഴേക്കും ഇത് കട്ടിയാവുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്ക് കട്ട ഉണ്ടാക്കുന്നതിനായിട്ട് അനുയോജ്യമായിട്ട് ഈ കുഴമ്പ് രൂപം മാറുന്നത്. നമ്മളിവിടെ കുറച്ച് തടിക്കഷ്ണങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞൻ അച്ച് തട്ടിക്കൂട്ടിയിരുന്നു. അതുപോലെ കട്ടിയാവാനായിട്ട് മാറ്റി വെച്ച ക്ലേ ഇപ്പോൾ കട്ട ഉണ്ടാക്കുന്നതിന് പാകമായിട്ടുണ്ട്. അതിനെ നമ്മൾ ചെറിയൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചിലേക്ക് ക്ലേ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ അച്ചിനകത്തേക്ക് ക്ലേ ഇപ്പോൾ ലെവലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്ലേ കട്ടി കൂട്ടിയ സമയത്ത് കട്ടി കൂടിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലേ അച്ചിലേക്ക് സാവധാനമാണ് വീഴുന്നത്. നമുക്ക് പറ്റിയൊരു തെറ്റാണ്, സോറി. നിങ്ങളത് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അച്ചിനകത്തേക്ക് ഒഴിച്ച ക്ലേ ഇപ്പോൾ കട്ടയായിട്ട് മാറിയിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം കട്ട നമ്മൾ അച്ചിൽ നിന്നും വേർപെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ചുടാൻ കഴിയില്ല. കാരണം 5 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കട്ട കനലിൽ വെച്ച് ചുടാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ഇതിൽ ജലാംശം വളരെയധികം ഉണ്ട്. അത് കാരണം ചൂടടിക്കുമ്പോൾ ഈ കട്ട വെടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കനലിൽ വെച്ച് ചുടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത്. നമുക്ക് ഈ കട്ടയെ രണ്ടായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഹാഫിൽ വെച്ച് ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വന്നു. കാരണം എനിക്ക് പറ്റിയൊരു തെറ്റാണ്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് അതിൽ തട്ടിയായിരുന്നു. ബലത്തിലാണ് തട്ടിയത്. അപ്പോൾ അതൊന്ന് കുഴിഞ്ഞതാന്ന് പോയി. അതാണ് പിന്നെ അത് ശരിയാക്കാനും സാധിച്ചില്ല. അത് കാരണം നമ്മളിപ്പോൾ അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കട്ട നമ്മൾ ഉണങ്ങാനായിട്ട് വയ്ക്കേണ്ടത് 7 ദിവസമാണ്. അതും മഴയും വെയിലും ഒന്നും കൊള്ളാത്ത സ്ഥലം, അതായത് വീടിനകത്തായിരിക്കും കൂടുതലും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വീടിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സേഫ് വീടിനകത്ത് തന്നെയാണ്. ഇപ്പോൾ മഴയും വെയിലൊന്നും കൊള്ളാത്ത ഒരു സ്ഥലത്ത് മിനിമം ടെമ്പറേച്ചർ, മിനിമം ഹ്യൂമിഡിറ്റി ആവശ്യമാണ് ഇതിന്. ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം 7 ദിവസം കഴിഞ്ഞു. നമ്മുടെ കട്ട ചുടാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് കനലൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഇനി നമുക്ക് കനൽ റെഡിയാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. കനൽ റെഡിയാക്കാനായിട്ട് ഞാനൊരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിറക് കഷ്ണം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ വിറക് കഷ്ണം വെട്ടുകൊണ്ട് വെട്ടിയ സമയത്ത് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം. കാരണം കുട്ടികളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദയവായി ഇത് ചെയ്യരുത്. പേരൻസിൻ്റെ സപ്പോർട്ടോടെ മാത്രം ചെയ്യുക. കാരണം തീയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സേഫ്റ്റിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വിറക് കഷ്ണങ്ങൾക്ക് തീ കൊളുത്തുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് വിറക് കഷ്ണം പാത്രത്തിനുള്ളിലാക്കിയിട്ടുണ്ട്. ഇനി ഈ വിറക് കഷ്ണങ്ങൾക്ക് തീ കൊടുക്കണം. വിറക് കഷ്ണങ്ങൾ കത്തി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കട്ട കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിന് മുകളിൽ വയ്ക്കുക. ഇപ്പോൾ വിറക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കട്ട അതിനുള്ളിലേക്ക് വെക്കുകയാണ്. ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ കനലിന് മുകളിൽ കട്ട വയ്ക്കാവുന്നതാണ്. ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കനൽ അണയ്ക്കുക. വെള്ളം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കനൽ അണച്ചതിന് ശേഷം കനലിലേക്ക് തീ അണച്ചതിന് ശേഷം നമ്മൾ കട്ട അതിനുള്ളിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തീ അണയ്ക്കേണ്ടതാണ്. ഇപ്പോൾ കട്ട നല്ല വണ്ണം കരിഞ്ഞിട്ടുണ്ട്. ചൂടാറുന്നത് വരെ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊടാനോ ഒന്നും പാടില്ല, കൈ പൊള്ളും.
ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട എടുക്കുക. അതിനുശേഷം ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി ചുട്ടെടുത്ത ചുടുകല്ലിൽ 5 മിനിറ്റ് ഇട്ട് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇട്ട് വച്ചിരുന്ന ചുടുകല്ല് വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റേണ്ടതാണ്. ഇനി നമ്മൾ ഈ ചുടുകല്ലിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ചുടുകല്ലിൻ്റെ ബലം എത്രത്തോളം ഉണ്ടെന്നാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം എറിഞ്ഞു നോക്കി. അപ്പോൾ തന്നെ ആ ചുടുകല്ലിൽ ഒരു വിധത്തിലുള്ള പോറലോ വെടിപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇനി നമ്മളൊരു സാധാരണ ചുടുകല്ല് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണ ചുടുകല്ലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ തറയിലേക്ക് എറിഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ സൈഡെല്ലാം പൊട്ടിയതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ചുടുകല്ലിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഒന്നുകൂടി എറിഞ്ഞു നോക്കിയാണ്. നമ്മളിപ്പോൾ 2ാം വട്ടവും ചുടുകല്ല് തറയിലേക്ക് എറിഞ്ഞിട്ടും അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം നമ്മുടെ സാധാരണ ചുടുകല്ലിനേക്കാൾ ഒരു 25% കൂടി ബെറ്റർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചുടുകല്ല് തന്നെയാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞു തരേണ്ട ഒന്നല്ല, അത് നിങ്ങൾ അറിഞ്ഞു തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. ഗോഡ് ബ്ലെസ് യു ആൾ.